ഹേയ്സ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മെറി ബോയ് ഐസ്ക്രീം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മെറി ബോയ് ഐസ്ക്രീം ഇല്ലെന്ന്. അപ്പോൾ ഞാൻ എന്താണ് പറയാം. ഫസ്റ്റ് മെറി ബോയ് എല്ലാ കേരള ഷോപ്പിലും ഉണ്ടായിരുന്നു ഐസ്ക്രീം. എല്ലാ കേരള ഷോപ്പിലും ഉണ്ടായിരുന്ന ഐസ്ക്രീമായിരുന്നു മെറി ബോയ്. പക്ഷെ എന്താണ് അതിന് ശരിക്കും പറ്റിയത്? എന്താണ് അവർ രണ്ടായി തിരിഞ്ഞത്? ക്യാമറയാണോ മെർസിലീസാണോ നിറച്ച് ഐസ്ക്രീംസ് സെല്ല് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകും. അപ്പം നമുക്ക് അതെല്ലാം നോക്കുന്ന മുമ്പ് ആദ്യം ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ്. 1990 5 കസിൻസ് ഒരു കമ്പനി പെരുമ്പാവൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചു. 5 കസിൻസ് ഗൈസ്. ആ കമ്പനിയുടെ നെയിം കസിൻസ് ഗ്രൂപ്പായിരുന്നു. അവർ ഫസ്റ്റ് ഇതുപോലെ എന്താ പറയുക, ഐസ്ക്രീംസ് ഒന്നുമല്ല മാനുഫാക്ചർ ചെയ്ത, അവർ പ്ലാസ്റ്റിക്സ് ആയിരുന്നു മാനുഫാക്ചർ ചെയ്തത്. ഐസ്ക്രീം ഒന്നുമില്ല. അവരുടെ ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ആയിരുന്നു. അതായത് കസിൻസ് ഗ്രൂപ്പിൻ്റെ ആ ഒരു സാധനം. ഫ്യൂ ഇയേഴ്സിന് ശേഷം എന്താ പറയുക, അവർക്ക് അവരുടെ ഗൈസ് കുറച്ച് വർഷത്തിന് ശേഷം അവരുടെ ബിസിനസ്സൊക്കെ എന്താ പറയുക ഒന്ന് മാറ്റാമെന്ന് അവർ വിചാരിച്ചു. അപ്പോഴാണ് അവരെന്താ പറയുക കേരള ഐസ്ക്രീം മാർക്കറ്റിൽ നിറച്ചും വലിയ ഗ്യാപ്പ് കണ്ടത്. ഈ ഗ്യാപ്പ് എന്താ പറയുക അവർ കണ്ടതെന്താണെന്ന് വെച്ചാൽ കേരള ഐസ്ക്രീം മാർക്കറ്റിൽ നല്ലൊരു ഐസ്ക്രീം ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പണ്ട് ഐസ്ക്രീം ഒന്നും ഇല്ലായിരുന്നു. പണ്ട് ഫ്രോസൺ ഡെസേർട്ടാണ്. അത് ഇതുപോലെ എന്തോ വെജിറ്റബിൾ ഓയിൽ എന്തോ അങ്ങനെ ഓയിലും എന്തോ സംഭവമാണ്. ശരിക്കും അൺഹെൽത്തി ആയിരുന്നു. ഐസ്ക്രീമും അൺഹെൽത്തിയാണ്, പക്ഷേ ഐസ്ക്രീമിനെക്കാളും ഇത് കുറച്ചേറ്റവും അൺഹെൽത്തിയാണ് ഗൈസ്. ഇത് ഒന്നിനും കൊള്ളത്തില്ല. ഫ്രോസൺ ഡെസേർട്ട് ഇതുപോലെ ഐസ്ക്രീം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് മിൽക്കാണെങ്കിൽ ഫ്രോസൺ ഡെസേർട്ടിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഓയിലാണ് ഗൈസ്. അതിന് ടേസ്റ്റും ഇല്ല, അൺഹെൽത്തിയുമാണ്. അതുകൊണ്ട് ഫ്രോസൺ ഡെസേർട്ട് അൺഹെൽത്തി ആയതുകൊണ്ടാണ് ഇവർ പിന്നെ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ കമ്പനീസ് സ്റ്റിൽ ഇത് അൺഹെൽത്തി ആണെങ്കിൽ യൂസ് ചെയ്യാനുള്ള കാരണം മിൽക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ വെജിറ്റബിൾ ഓയിൽ മിൽക്കിനെക്കാട്ടിയും ചീപ്പറാണ്. അതുകൊണ്ടാണ് കമ്പനീസ് ഇത് യൂസ് ചെയ്തത്. അത് മാത്രമല്ല വെജിറ്റബിൾ ഓയിലിൻ്റെ ഷെൽഫ് ലൈഫും കുറേ നാൾ പോകും ഗൈസ്. അതുകൊണ്ട് ആ ഒരു മാർക്കറ്റിൽ ഇതുപോലെ റിയൽ മിൽക്കായിട്ട് മെറി ബോയ് ഐസ്ക്രീം വന്നാൽ എന്താ പറയുക, വേറെ ഐസ്ക്രീം ബ്രാൻഡ്സിൽ നിന്ന് മെറി ബോയ് നന്നായിരിക്കും. ഈവൻ ലാസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നല്ലതല്ല. മെറി ബോയ് ഇവർ ഹെൽത്തി ആയിട്ടൊരു കുറച്ചുകൂടി നല്ലതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീംസ് അൺഹെൽത്തിയാണ്, എന്നാലും മെറി ബോയ് ഒരു ഹെൽത്തി രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മെറി ബോയ് ഉണ്ടായാൽ എന്താ പറയുക, ബാക്കി ഐസ്ക്രീം മാർക്കറ്റ് ബ്രാൻഡ്സിനെ അക്സെപ്റ്റ് ചെയ്ത് ഇതൊരു നല്ലതായി സ്റ്റാൻഡ് ചെയ്യുന്ന അവർക്ക് തോന്നി. പിന്നെ ഈ ഫ്രോസൺ ഡെസേർട്ട് പറഞ്ഞപ്പോൾ ഈ 5 കസിൻസ് ഒന്നും നോക്കിയില്ല. അവർ ഡയറക്റ്റ്ലി എന്താ പറയുക ഐസ്ക്രീം ഫാക്ടറി കാലടിയിൽ തുടങ്ങി. എന്താ പറയുക 200 എന്തോ കാലടിയിൽ ഐസ്ക്രീം ഫാക്ടറി തുടങ്ങി. അതെന്താ പറയുക 600 ലിറ്റർ കപ്പാസിറ്റി ഉള്ള, എന്താ പറയുക 600 ലിറ്റർ പെർ ഡേ കപ്പാസിറ്റി ഉള്ള ഒരു ഇത് ആ ഫാക്ടറി മാനുഫാക്ചർ ചെയ്യും ഈ ഐസ്ക്രീംസിൻ്റെ ഇതൊക്കെ. അപ്പം ഈ ഫാക്ടറി പെട്ട് കണ്ടു വെച്ചാൽ അവർ ഡെൻമാർക്കിൽ നിന്ന് നല്ലൊരെന്തോ ബ്രാൻഡുണ്ട് ടെട്രാ പാക്ക് ഓയിൽ. അവരെ വച്ചെന്തോ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇതെന്തോ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബെസ്റ്റ്. ഇത് മെറി ബോയും ഇതെല്ലാം ഇതൊക്കെ കാരണം 2003 മെറി ബോയ് സെറ്റപ്പ് ചെയ്തത്. പിന്നെ റിയൽ മിൽക്കും ഫ്രൂട്ട്സും മെറി ബോയ് ഐസ്ക്രീമിൽ അവർ യൂസ് ചെയ്തു. പിന്നെ മെറി ബോയ് സക്സസ്ഫുൾ മാർക്കറ്റിൽ കയറിയപ്പോൾ സക്സസ്ഫുൾ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞ റീസണാണ് ഈ മെറി ബോയ് സക്സസ് ആവാനുള്ള കാരണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ അവർ എന്താ പറയുക മറ്റേ ടെട്രാ പാർക്ക് അവരെയൊക്കെ കൊണ്ട് ഈ അവരുടെ ഹെൽപ്പ് കൊണ്ട് ചെയ്തു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്തു. അതുകൊണ്ട് പിന്നെ സച്ച് ഗ്രേറ്റ് സക്സസ്സിൽ അവർക്ക് കാലിക്കറ്റിൽ 2nd ഫാക്ടറി തുടങ്ങാൻ പറ്റി, ട്രിവാൻഡ്രത്തിൽ 3rd തുടങ്ങാൻ പറ്റി, കണ്ണൂരിൽ 4th തുടങ്ങാൻ പറ്റി. 4 ഫാക്ടറീസ് 9 വർഷത്തിൽ അവർക്ക് തുടങ്ങാൻ പറ്റി. പിന്നെ ഇവർ ഈ കസിൻസ് ശരിക്കും
സെലിബ്രിറ്റീസ് എനിക്കത് വരുന്നു, സെലിബ്രിറ്റീസ് അത് എനിക്ക് കറക്റ്റായി വരുന്നില്ല ഗൈസ്. അപ്പം ഗൈസ് സെലിബ്രിറ്റീസ് ഓക്കെ. അപ്പം ശരിക്കും ഈ 4 കസിൻസ് അവരെ ഈ സെലിബ്രിറ്റീസിനെ വെച്ച് ഇതുപോലെ എന്താ പറയുക മെറി ബോയ് ഐസ്ക്രീംസ് ഇതുപോലെ ആൾക്കാർക്ക് എന്താ പറയുക ഈ പ്രൊമോഷൻ കാണിച്ച് നിറച്ച് എത്തിക്കാമെന്ന് കരുതി. അപ്പോഴായിരുന്നു എന്താ പറയുക അവർ ശരിക്കും കേരള ഇതുപോലെ ബ്രാൻഡ് അംബാസഡേഴ്സിനെ ഇതിന് ചൂസ് ചെയ്യാമെന്ന് വെച്ചു. മീൻസ് ഒരു നല്ല ഒരു ആക്ടർ അങ്ങനെ അവർ ചൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇതിലത്തെ ബ്രാൻഡ് അംബാസഡർ ആക്ട്രസ് മഞ്ജു വാര്യറാണ്. അപ്പം ഫാമിലീസിന് വേണ്ടി അവർക്ക് ഗുഡ് കണക്ഷൻ ഇത് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് മഞ്ജു വാര്യറിനെ വെച്ചത്. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പറഞ്ഞാൽ മെറി ബോയ് ഐസ്ക്രീം എന്തുകൊണ്ട് എൻഡ് ചെയ്തു. ഇത്രയും നന്നായി പോയെങ്കിലും മെറി ബോയ് സക്സസ്ഫുൾ ആണെങ്കിൽ ഇന്നർ സ്റ്റോറി ഡിഫറെൻ്റ് ആണ്, ഔട്ടർ സ്റ്റോറി ഇതാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറി ഡിഫറെൻ്റ് ആണ് ഗൈസ്. ഈ മെറി ബോയ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഫാമിലീസിനൊക്കെ വേണ്ടി ഇവർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഫാമിലി റൺ ബിസിനസ്സൊക്കെ അവസാനം ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസഗ്രിമെൻറ്റ്സ് ആണ്. ഇത് ഈ സെയിം സിറ്റുവേഷൻ ആയിരുന്നു മെറി ബോയ്ക്കും ഉണ്ടായിരുന്നത്. കസിൻസിനിടയിൽ കുറച്ച് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായി. ഇപ്പം എന്താ പറയുക മെറി ബോയുടെ ഓണർഷിപ്പ്, അതിൻ്റെ അസറ്റ്സ്, പിന്നെ നെയിം, സ്ട്രാറ്റജി, പിന്നെ മെറി ബോയുടെ വിഷൻ, അതെല്ലാം എന്താ പറയുക ഒരു ഡിസഗ്രിമെൻ്റ് അവർക്കൊരു എന്താ പറയുക പിന്നെ അവരതിൽ തിങ്ക് ചെയ്തു കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നു അങ്ങനെ. പിന്നെ ഇതൊക്കെ കാരണമാണ് അവരിതിൽ എന്താ പറയുക ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കിയത് 4 കസിൻസും ഗൈസ്. പിന്നെ ഈ ഇവരുടെ എന്താ ഡിസഗ്രിമെൻറ്റ്സ് അത് കാരണം ഈ 4 കസിൻസാണ് തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഇടയിൽ അടിയും ഉണ്ടായി ഗൈസ്. അവസാനം അവർ അടിയായി. ആ 5 കസിൻസിലുള്ള ഒരാൾ ജോസഫ് മെർസിലി കടമ്പുക്കട്ടിൽ അയാളും പിന്നെ കുറച്ച് ഫ്യൂ അതേഴ്സ് മീൻസ് കസിൻസിലുള്ളതല്ല, ഈ കസിൻസിലുള്ള അയാളും ഒരാൾ പിന്നെ വേറെ കുറച്ച് ആൾക്കാരെയും വെച്ച് മെർസിലീസ് എന്ന് പറഞ്ഞ ഐസ്ക്രീം തുടങ്ങി. പിന്നെ റിമൈനിങ് 4 ക്യാമറയും തുടങ്ങി. അപ്പോൾ ഫെബ്രുവരി 2022 മെറി ബോയ് ഐസ്ക്രീം എന്നേക്കുമായി പൂട്ടിയും പിന്നെ അവർ 2 സ്പ്ലിറ്റ് ചെയ്തു. അതാണ് ഇപ്പം മെർസിലിയും ക്യാമറയായിട്ടുള്ളത്. പക്ഷേ ആരൊക്കെയാണ് നമുക്ക് ഇതിൽ നന്നായി സെല്ല് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് ഗൈസ്. അപ്പം അതിനു വേണ്ടി നമുക്ക് മെർസിലീസിനും ക്യാമറീസിനും ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കാം ഗൈസ്. മെർസിലീസ് ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്ത മെറി ബോയ് ഐസ്ക്രീം സ്റ്റോപ്പ് ചെയ്ത അതേ വർഷം തന്നെയാണ്. അപ്പം മെർസിലീസ് എന്ന് പറഞ്ഞ പേര് വന്നത് ആ ജോസഫ്, ഇപ്പോൾ ഈ മെർസിലീസിൻ്റെ ഈ ഐസ്ക്രീമിൻ്റെ ഫൗണ്ടർ ഇല്ലേ ആ കസിൻസിലുള്ള അയാളുടെ മിഡിൽ നെയിം ആണത് മെർസിലീസ്. അപ്പം അതുകൊണ്ട് ആ മിഡിൽ നെയിം അവർ ബ്രാൻഡ് നെയിമായി ടേൺ ചെയ്തു. മെർസിലീസ് ഐസ്ക്രീം എന്താ പറയുക മെർസിലീസ് ഐസ്ക്രീം ഉണ്ടാക്കിയത് മെറി ബോയുടെ ഫാക്ടറീസിനായിരുന്നു. പക്ഷേ ഓൾ ഫാക്ടറീസ് അല്ല, ട്രിവാൻഡ്രത്തിലും കാലിക്കട്ടിലെ ഫാക്ടറീസിൽ. മെർസിലീസിൻ്റെ ക്യാമറയിൽ നിന്നും ലാസയിൽ നിന്നും അമോലിൽ നിന്നും ക്വാളിറ്റിയിൽ നിന്നൊക്കെ ഒരു ഐസ്ക്രീം കമ്പനിയാണ് ഗൈസ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തി എന്താണെന്ന് വെച്ചാൽ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ആണ് അവരുടെ ഇതിലുള്ള പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും. ഈ ക്യാമറി, ലാസ, അമൂൽ, ക്വാളിറ്റി ഇതിലൊക്കെ എന്താ പറയുക ഈ പ്രീബയോട്ടിക്സും എന്താ പറയുക ഇപ്പോൾ ഈ ക്യാമറയിലും ലാസയിലും അതിലൊക്കെ ഉള്ള പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും മീൻസ് അവരുടെ അതെന്തോ കുറവ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഈ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഗുണം എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീംസ് നമ്മുടെ ബോഡിയിൽ നന്നായി ഡൈജസ്റ്റ് ചെയ്ത് സഹായിക്കും ഗൈസ്. പിന്നെ ആക്ടർ ദുൽഖർ സൽമാനെ വെച്ചാണ് മെർസിലീസിൽ ബ്രാൻഡ് അംബാസഡറായി വച്ചേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഗൈസ്, ലോക്കൽ ഷോപ്സിലും ബേക്കറി ഷോപ്സിലൊക്കെ ഇതുപോലെ ചില ഐസ്ക്രീം ബ്രാൻഡിൻ്റെ ഫ്ലെക്സ് ഉണ്ടാവും. മോസ്റ്റ് ക്യാമറയും പിന്നെ മെർസിലീസും ആയിരിക്കും. അവരുടെ മെയിൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അവരിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഷോസിനൊക്കെ ഈ കമ്പനീസ് ഫ്രീ ആയിട്ട് ഫ്ലെക്സ് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ എന്താ പറയുക ആൾക്കാർക്ക് ഗൈസ് പല ആൾക്കാർക്കും കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് പുവറാണ്. അതുകൊണ്ട് ഈ ആൾക്കാരും ഈ ലോക്കൽ ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അവരുടെ പ്രൊമോഷന് വേണ്ടി ഈ ആൾക്കാർ
മീൻസ് ആ മെർസിഡീസിൻ്റെ അവരുടെയൊക്കെ ഈ ലോക്കൽ ഷോപ്സിൽ ഫ്ലെക്സ് ഒട്ടിച്ചു കൊടുത്തു, മീൻസ് അവരുടെയിലേക്ക് കണ്ടെത്താൻ വേണ്ടി. പിന്നെ ഈ ഷോപ്സ് റോഡിലായിരിക്കും, അത് എല്ലാവരും അത് കാണുകയും ചെയ്യും. പിന്നെ ഇത് അവരുടെ പ്രൊമോഷന് ഹെൽപ്പ് ചെയ്യും ഗൈസ്. ഈ സ്ട്രാറ്റജി ക്യാമറയും യൂസ് ചെയ്തു. അപ്പം മെർസിഡീസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ക്യാമറയുടെ അകത്തേക്ക് പോവാം ഗൈസ്. മെർസിഡീസ് നമ്മൾ വന്നത് മെറി ബോയ് നടത്തിയ അതേ വർഷമാണ് തുടങ്ങിയത്. അപ്പം ക്യാമറി മാർച്ച് 2022 റിമൈനിങ് കസിൻസ് ഉണ്ടാക്കിയത്. പിന്നെ ഗൈസ് ഒരു ഇതും കൊണ്ട് ഫെബ്രുവരി 2022 ഇത് എൻ്റെ ഇത്. പിന്നെ എനിക്ക് 2020 2022 അതിൻ്റെ ഒരു ഡൗട്ടുണ്ട് ഗൈസ്. അപ്പം ഇയർ ഇതിൽ രണ്ടിൽ ഒന്നാണ്, കാരണം ഒരു ഫിക്സഡ് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ക്യാമറ നോക്കാം. മാർച്ച് 2022 ബാക്കി റിമൈനിങ് കസിൻസ് ക്യാമറ ഐസ്ക്രീം ഫൗണ്ട് ചെയ്തു. ആ 4 കസിൻസ് ക്യാമറ ആദ്യം മെറി ക്രീംസ് ആണ് വിളിച്ചത്. പക്ഷേ ഈ മെറി ക്രീംസ് മെറി ബോയ് സിമിലർ ആയിരുന്നു, കാരണം മെറി ക്രീംസ് അവിടുത്തെ ആ മെറി ആയിരുന്നു സിമിലർ ആയിരുന്നു. അതുകൊണ്ട് സിമിലർ ആയതുകൊണ്ട് അവർക്കത് എടുക്കാൻ പറ്റത്തില്ല. അത് ആദ്യം ഇവരുടെ മോശം സമയം, കാരണം ഇവർക്ക് ലീഗൽ കേസൊക്കെ ഉണ്ടായിരുന്നു മെറി ക്രീംസ് ഇട്ടതെന്ന്. അതുകൊണ്ട് ആദ്യം മെറി ക്രീംസ് ഇട്ടത് ഇവർ ക്യാമറയിലേക്ക് അവസാനം മാറ്റി. മെറി ക്രീംസ് ക്യാമറയിൽ നിന്ന് മാറ്റി. പിന്നെ മെറി ക്രീംസിനെക്കാളും നല്ല നെയിമാണെന്ന് അവർക്ക് തോന്നി. ഈ പേര് ശരിക്കും അവർക്കൊരു ഗുഡ് ഐസ്ക്രീം ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അവർ ചൂസ് ചെയ്ത അംബാസഡേഴ്സ് ആക്ടർ ഫഹദ് ഫാസിലും പിന്നെ ആക്ട്രസ് നസറിയ ഫാസിലുമാണ്. അവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മോർ ഐസ്ക്രീം. മെർസിഡീസിന് എന്താ പറയുക, അവർക്ക് മോർ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മെർസിഡീസും ക്യാമറയും സെല്ല് ചെയ്താൽ അവിടെ സ്റ്റിൽ ഒരു ചോദ്യം വന്നുണ്ട്. ക്യാമറയ്ക്ക് നല്ല വരണമെങ്കിലും അവിടെ ഒരു ചോദ്യമാണ് ഗൈസ്, ആരാണ് മോശമായിട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെർസിഡീസിലെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് നോക്കിയാൽ 2024 അവർ 149 crore ഓൾമോസ്റ്റ് അവർക്ക് അത്രയും കാശ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാമറയാണെങ്കിൽ 113 crore. അതുകൊണ്ട് മെർസിഡീസാണ് ക്യാമറയെക്കാളും നന്നായി സെല്ല് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പിക്ചേഴ്സൊന്നും എടുക്കാൻ പറ്റിയില്ല, അത് ജസ്റ്റ് ഈ രീതിയിലാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഇത്രയുള്ള ഗൈസിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഇത്രയുള്ളൂ ഗൈസ്. മെറി ബോയ് എന്തുകൊണ്ട് അവസാനിച്ചു, മെർസിഡീസിൻ്റെയും ക്യാമറയുടെയും തുടക്കം, ഇത്രയും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസൊക്കെ വന്നവരെ ഗുഡ് ബൈ ഗൈസ്. പിന്നെ മാസ് ബോയ് ഗെയിമിംഗ് ആയിരിക്കത്തില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗറാണ് ഈ വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.